ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇവിടെ എന്ത് ശക്തി കൂടാനാണ്? അതേ ഉദ്ദേശിക്കുന്ന വിസ്മയം ജോസ് കെ മാണി അല്ല. അതിനപ്പുറത്തേക്ക് മറ്റേത് വിസ്മയം? വെയിറ്റ് ചെയ്യാം. യു ഡി എഫിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരുടെയൊക്കെ പുറകെ പോകുന്നത് എന്നൊരു തോന്നലുണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ നിലപാട് പറയട്ടെ. പാലം ഇട്ടതും പാലം വലിച്ചതും അവർ തന്നെ. ഞങ്ങൾ ആരും അതിനകത്ത് കക്ഷിയല്ല. പാർട്ടി ശക്തി കൊണ്ടാണെങ്കിൽ അവരാദ്യം ജയിക്കേണ്ട സീറ്റ് പാലയാണ്. പാല സീറ്റ് ജയിച്ചോ? അപ്പം ഞങ്ങളുടെ പാർട്ടി പിളരുന്നു. അവർ ഞാൻ 2 ടേം മത്സരിച്ച 2 ചിഹ്നം നേരെ എൻ്റെ എതിർ ചിഹ്നമായിട്ട് മാറുക. എനിക്ക് 2 വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ എൻ്റെ എതിർ ചിഹ്നമായിട്ട് വരുമ്പം ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. വിസ്മയത്തിന് ഇനിയും സമയമുണ്ട്. പല വിസ്മയങ്ങളും നടക്കും. മാണി സാർ പണ്ട് LDF പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നയനാർ സഖാവ് മാണി സാറിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഭയങ്കര ഇത്രയും നല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ച കുഞ്ഞുമാണിക്ക് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വികാര നിർഭരമായ ഒരു രംഗമുണ്ട്. അന്ന് മാണി സാർ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പത്രസമ്മേളനത്തിൽ പറയുന്നത് LDF ഞങ്ങൾ വിടുകയാണ്, LDF ആയിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് പിറ്റേ ദിവസം പറയും. തലേദിവസം പറഞ്ഞു ഗവൺമെൻറ്റിന് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ച മാണി സാറാണ്. നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സീറ്റ് ചർച്ചകളെന്ന നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനത്ത് 3 മുന്നണികളും. മറുഭാഗത്ത് മുന്നണി വിപുലീകരണ ചർച്ചകളും നടക്കുന്നു. കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, മുന്നണി വിപുലീകരണ ചർച്ചകളിൽ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കാലവും ചർച്ചകൾ. മുസ്ലിം ലീഗും മറ്റൊന്ന് കേരള കോൺഗ്രസും. ഇക്കുറിയും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് പ്രധാന ആകർഷണം. ഇടതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും ആ ഉറപ്പിന് എത്രത്തോളം ദൃഢതയുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ മോൻസ് ജോസഫ്. സ്വാഗതം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഴുവൻ മൊത്തത്തിൽ ആകെയുള്ള കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് UDF നേതൃത്വത്തിനും UDFൻ്റെ പ്രവർത്തകർക്കുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ ശക്തമായ ഒരു വിധിയെഴുത്താണ്. UDFന് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ വലിയ ജനപിന്തുണയും അതുപോലെ തന്നെ മുൻകാലങ്ങളേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി. അത് UDFൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം വ്യക്തതയോടെ പുറത്തു വന്നു. കേരളത്തിലെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു വൈകാരികമായ നിലപാടും അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നിലപാടും പുറത്തു വന്നിരിക്കുകയാണ്. UDF പിന്നെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ കഴിയണമെന്നുള്ള ഒരു വിഷയം മാത്രമേ ജനം പറയുന്നുള്ളൂ. നിങ്ങൾക്കിടയിൽ ഭിന്നത വരരുത്, നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കണം. ജനങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് ജനങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന ഭാവി ഭരണകാലഘട്ടം നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു താല്പര്യപ്രകടനം പോലും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലും ജനങ്ങൾ തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ നിലപാട് വ്യക്തമാണ്. LDF അധികാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ, UDF അധികാരത്തിലേക്ക് വരട്ടെ, UDFന് ഒരു സദ്ഭരണം കാഴ്ചവെക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. അത്രയേറെ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഈ മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? മുന്നണി വിപുലീകരണം ശക്തിയില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇവിടെ എന്ത് ശക്തി കൂടാനാണ്? പ്രത്യേകിച്ച് ശക്തി കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവരെ വിളിക്കുന്നതായിട്ടും കരുതേണ്ട കാര്യമില്ലല്ലോ. കാരണം അങ്ങനെ ഉണ്ടായിരുന്ന അവർ പോയപ്പോൾ തോക്കണ്ടേ UDF. ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതിന് ശേഷമുള്ള ഇലക്ഷൻ റിസൾട്ട് തന്നെ ഓരോന്നും പരിശോധിച്ചു. ഒന്ന്, അവർ പോയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലയായ കോട്ടയം ജില്ലയിലാണ് പുതുപ്പള്ളി മണ്ഡലം. ഉമ്മൻചാണ്ടി സാറിന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തോടെ ചാണ്ടിയുമൻ MLA ആവുക. അത് ഉമ്മൻചാണ്ടി സാറിനോടുള്ള കരുതലും സ്നേഹവും എല്ലാം ജനങ്ങൾ പ്രകടിപ്പിച്ച ഒരു ഇലക്ഷൻ കൂടിയാണെന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും അവർ പോയ ശേഷമുള്ള റിസൾട്ട് എന്താണ്? പുതുപ്പള്ളി പോലെ തന്നെ മറ്റു മണ്ഡലങ്ങളും, തൃക്കാക്കര, അതുപോലെ പാലക്കാട്, ഏറ്റവും അവസാനം നിലമ്പൂർ, LDFൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് UDF തിരിച്ചു പിടിക്കുകയാണല്ലോ. ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടുവന്ന നിലമ്പൂർ ഇപ്പോൾ സീറ്റ് തിരിച്ചു പിടിക്കുന്നതിലേക്ക് UDFന് വരാൻ കഴിയും. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ്
ഇടതുപക്ഷത്തേക്ക് പോയ ശേഷമുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. LDF പരാജയപ്പെട്ടു. അതിനുശേഷം പാർലമെൻറ്റ് ഇലക്ഷനിലും കേരളത്തിൽ UDF മൊത്തത്തിൽ വിജയം ഉണ്ടായത് മാത്രമല്ല, കോട്ടയം പാർലമെൻറ്റിൽ ജോസ് കെ മാണിയുടെ പാർട്ടി LDFിലേക്ക് പോയ ശേഷം UDF സിറ്റിംഗ് MP ആയിരുന്ന തോമസ് ചാഴികാടൻ ജോസ് കെ മാണിയുടെ കൂടെ ചേർന്നപ്പോൾ LDF കാൻഡിഡേറ്റായിട്ട് വരുന്നു. കേരള കോൺഗ്രസിന് വേണ്ടി പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ പാർട്ടി മത്സരിക്കുന്നു. അപ്പോൾ നേരിട്ട് മത്സരമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയും PJ ജോസഫിൻ്റെ പാർട്ടിയും കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടൽ. അവിടെ ജോസ് കെ മാണി വിഭാഗം 1,00,000 വോട്ടിന് പരാജയപ്പെടുകയാണ്. 87,000 വോട്ടിന് ഫ്രാൻസിസ് ജോർജ് PJ ജോസഫിൻ്റെ പ്രതിനിധിയായി UDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുകയാണ്. അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ നേരിട്ട് മത്സരം നിന്ന കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗം തോക്കുന്നു, UDF ജയിക്കുന്നു. കേരളമൊട്ടാകെ UDFന് തിളക്കം മാറുന്ന വിജയം പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടാവും. അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനിലും ഇവർ പോയിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. അടുത്തത് പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് ഇലക്ഷനിൽ സാധാരണ LDFന് കുറച്ച് മുൻതൂക്കമൊക്കെ എല്ലാ കാലത്തും വരുന്നതാണ്. അതിന് കിടപ്പങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതി എന്താണ്? ഇപ്രാവശ്യം ഭരണവിരുദ്ധ തരംഗം കൂടി ആയപ്പോൾ സർക്കാരിനെതിരെയുള്ള ശക്തമായ വിധിയെടുത്ത ഒരു ഭാഗത്ത്, രണ്ട് കേരള കോൺഗ്രസ് ബെൽറ്റിൽ എന്താ സംഭവിച്ചത്? ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ശക്തമായ പരാജയമല്ലേ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളത്തിൻ്റെ ഹൈറേഞ്ച് മേഖല, മലയോര മേഖല മൊത്തത്തിൽ ഇവിടേക്കാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. ഏത് വിഭാഗമായാലും, ജോസഫ് ആയാലും മാണിയായാലും മറ്റു പാർട്ടികളായാലും, ആ കേരള കോൺഗ്രസ് ബെൽറ്റിലെ റിസൾട്ട് എന്താണ്? UDFിലേക്കൊരു ഒഴുക്കല്ലേ. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജനങ്ങളുടെ ശക്തമായൊരു പിന്തുണയുമായിട്ട് ജനങ്ങൾ രംഗത്ത് വരുന്നതാണ്. അപ്പോൾ LDFിൻ്റെ പരാജയത്തിൽ ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ടൊരു പാർട്ടിയാണ് ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. പാലാ മുനിസിപ്പാലിറ്റി അടക്കം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കനത്ത പരാജയം LDFിൽ നിന്ന് അവർക്കുണ്ടാകുന്നു. UDFിന് ശക്തമായ വിജയം ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ ആവശ്യം എന്താണ്? അപ്പോൾ വളരെ വ്യക്തമാണ്, ജോസ് കെ മാണി വിഭാഗം പോയ ശേഷവും ഇവിടെ UDFിന് വിജയമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവരില്ലെങ്കിലും ഇലക്ഷനിൽ നല്ല വിജയം UDFിന് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല ഇവരും കൂടെ വന്നാൽ ജയിക്കുള്ളൂ എന്ന് ഓർത്തിട്ടൊന്നുമല്ല. ജനാധിപത്യ ചേരിയുടെ ഭാഗമായി നിന്ന കക്ഷികളെല്ലാം ഒന്നിച്ച് ഒരു കുടിക്കീഴിൽ UDFിൻ്റെ കീഴിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ കരുത്താർജിക്കുന്ന UDF ആയി മാറുമെന്നുള്ളതാണ്. അപ്പം എന്ത് പറഞ്ഞാൽ ഓരോ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അവരെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ശക്തി ഉണ്ടാവും. അപ്പം പല പാർട്ടികളാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പുറകെ ഞങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് UDFിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരുടെയൊക്കെ പുറകെ പോകുന്നത് എന്നൊരു തോന്നലുണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ നിലപാട് പറയട്ടെ. ജോസ് കെ മാണി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ നിലപാട് പറയട്ടെ. തീർച്ചയായിട്ടും UDF അത് ആലോചിക്കണം. അങ്ങനെ ഒരു സദുദ്ദേശത്തോടു കൂടിയുള്ള ചർച്ചകൾ ആണ് ഏറ്റവും നല്ലത്. അല്ലാതെ UDFിനെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകളിലേക്ക് ഇത് പോകരുത് എന്നൊരു സ്റ്റാൻഡ് കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ UDFിൻ്റെ ചർച്ചയിലും ആ വിഷയങ്ങൾ പറഞ്ഞു. UDF ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് UDFിൽ കൂട്ടായ ആലോചനയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതോടുകൂടി ഈ കാര്യങ്ങൾക്കകത്തൊരു വ്യക്തത വന്നു. സംഭവിച്ചത് ഞങ്ങളാരുമില്ല, അവർ തന്നെ ഒരു ആഗ്രഹ പ്രകടനം രഹസ്യമായി നടത്തിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവസാനം അവർ തന്നെ ഇത് വേണ്ടെന്ന് വെച്ചു. കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ PJ ജോസഫ് സാറ് കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ജയിച്ച ജനപ്രതിനിധികളുടെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ പറഞ്ഞു, പാലമിട്ടതും പാലം വലിച്ചതും അവർ തന്നെ, ഞങ്ങളാരും അതിനകത്ത് കക്ഷിയല്ല. ജോസ് കെ മാണി വിഭാഗം വന്നാൽ UDFിന് എന്ത് ശക്തി ഉണ്ടാകുമെന്നാണ് താങ്കൾ ചോദിക്കുന്നത്. അപ്പോഴും 5 MLA-മാരുള്ള ഒരു പാർട്ടിയാണ്, 2 MLA-മാരുള്ള താങ്കളുടെ പാർട്ടി അങ്ങനെ ഒരു നിസ്സാരമായ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്. 2020 ജോസ് കെ മാണി വിഭാഗം മുന്നണി വിടുന്നത്. അതിനുശേഷം കാണുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ 5 MLA-മാർ അവർ മത്സരിച്ച 12 ഇടത്ത് വന്ന അവർ 5 MLA-മാരാണ് അവർക്കുള്ളത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ട്രെൻഡായിരുന്നു, UDFിന് അനുകൂലമായൊരു ട്രെൻഡായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, അതിൻ്റെ അലയൊലികൾ ഉണ്ടായി. അത് സ്വാഭാവികമായും തിരിച്ചടിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വന്നു. ഇതൊക്കെയാണ് വസ്തുതകൾ എന്നിരിക്കെ നമ്മൾ എങ്ങനെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ അങ്ങനെ ദുർബലപ്പെടുത്തി സംസാരിക്കാൻ കഴിയും? അല്ല, ഞങ്ങൾ അവർ ദുർബലമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവും. കേരള കോൺഗ്രസ്സിലെ ഒരു പ്രധാന വിഭാഗമാണ് അവർ. അതിനൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞ പോയിൻ്റ് വളരെ വ്യക്തമാണ്. ജോസ് കെ മാണി വിഭാഗം UDF വിട്ടതിന് ശേഷം UDFിന് എന്ത് ദോഷമുണ്ടായി? ഒരു ദോഷം ഉണ്ടായിട്ടില്ല. UDF വിട്ട ശേഷം LDFിലേക്ക് ചെന്നിട്ട് LDFിൻ്റെ നേട്ടം ഉണ്ടായി? ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവർ പോയിട്ട് കാര്യം ഉണ്ടായില്ല. എനിവേ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അതിന് ഇനി വേറൊന്നുണ്ട്. ഇവർക്ക് 5 സീറ്റ് ലഭിച്ചു, ഞങ്ങൾക്ക് 2 ഉള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ്.
അതിൻ്റെ കാരണം എന്താണ്? 5 സീറ്റ് ലഭിച്ചത് ജോസ് കെ മാണിയുടെ ശക്തി കൊണ്ടല്ല. ഞങ്ങൾക്ക് 2 പോയത് ഞങ്ങൾക്ക് ശക്തിയില്ലാഞ്ഞിട്ടുമല്ല. കേരളത്തിൽ 99 സീറ്റ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDFിൻ്റെ തരംഗം ഉണ്ടായി കഴിഞ്ഞ നിയമസഭ. അതിൻ്റെ ആനുകൂല്യം ജോസ് കെ മാണിക്ക് കിട്ടിയെന്നുള്ളതല്ലാതെ വേറെ വല്ല കാര്യമുണ്ടോ? 5 സീറ്റ് അവരുടെ പാർട്ടി ശക്തി കൊണ്ടാണോ? പാർട്ടി ശക്തി കൊണ്ടാണെങ്കിൽ അവരാദ്യം ജയിക്കേണ്ട സീറ്റ് പാലയാണ്. പാല സീറ്റ് ജയിച്ചോ? പാല സീറ്റ് 55 വർഷക്കാലം KM മാണി സാറ് സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് പോലെ കണക്കാക്കി സ്നേഹിച്ച അല്ലെ ചേർത്ത് പിടിച്ച പാലാ മണ്ഡലം കൈവിട്ടുപോയി. ആ പാലാ മണ്ഡലം നഷ്ടപ്പെടുന്നു. 2 പാലായേക്കാൾ ശക്തമാണ് കടുത്തുരുത്തി എന്ന് പണ്ട് പറയുമായിരുന്നു. ഇപ്പം ഒന്നുമല്ല കടുത്തുരുത്തി. ആ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയായിട്ട് ഞാൻ നേരിട്ട് ഏറ്റുമുട്ടുന്നു. അപ്പം ഞങ്ങളുടെ പാർട്ടി പിളരുന്നു. ഞാൻ 2 ടേം മത്സരിച്ച 2 ചിഹ്നം നേരെ എൻ്റെ എതിർ ചിഹ്നമായിട്ട് മാറുക. എനിക്ക് 2 വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ എൻ്റെ എതിർ ചിഹ്നമായിട്ട് വരുമ്പം ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആളുകൾ ചോദിക്കുക, മോൻസിൻ്റെ ചിഹ്നം 2 തന്നെ തൈക്കൊള്ളാൻ പറയുക. ആളുകൾക്ക് കൺഫ്യൂഷനുണ്ട്. അവിടെ പോയി ഇവർ നല്ല മുതലെടുപ്പ് നടത്തി. അങ്ങനെ കുറേ വോട്ട് എൻ്റെ പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് വലിയ പ്രതിസന്ധിയായിട്ട് വന്നു. കേരള കോൺഗ്രസ് എന്ന് പാർട്ടിക്ക് അന്ന് പേരിടേണ്ടി വന്നു. പാർട്ടി യോജിക്കുമ്പോൾ കേരള കോൺഗ്രസ് എന്ന് പേരിടാനായിരുന്നു ധാരണ. പക്ഷേ അത് പിന്നീട് മാണി സാറ് നിർബന്ധിച്ചപ്പോൾ ജോസഫ് സാറ് സമ്മതിച്ചു, കേരള കോൺഗ്രസ് ആക്കി. ഞങ്ങൾ പോയി അവിടെ ലയിച്ചൊന്നുമല്ല. ഇത് കേരള കോൺഗ്രസിൻ്റെ ഐക്യമാണ്. 2 പാർട്ടികൾ ഒന്നിച്ചു ചേരുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മും വേണ്ട, കേരള കോൺഗ്രസ് ജെയും വേണ്ട, കേരള കോൺഗ്രസ് 64 പേരിടാം. ഇതായിരുന്നു ധാരണ. ആ ധാരണ ലംഘിക്കപ്പെട്ടു. പിന്നീട് ഞങ്ങളെല്ലാം കേരള കോൺഗ്രസ് എന്ന പേര് സ്വീകരിക്കണു. ഞങ്ങൾ അന്ന് അതും സമ്മതിച്ചു. അങ്ങനെ പാർട്ടി ഒന്നിച്ചു പോകുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ആയിട്ട് വരുമ്പം പിളർന്നു കഴിഞ്ഞപ്പം ഉണ്ടായ ദുരന്തം എന്താണ്? മാണി സാറിൻ്റെ 55 വർഷം സംരക്ഷിച്ച പാലാ മണ്ഡലം നഷ്ടപ്പെട്ടു പോകുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിലും ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഓരോ വോട്ടിനാണെങ്കിലും കഴിഞ്ഞ ഇലക്ഷനിൽ എൻ്റെ പരിശ്രമം എന്ന് പറയുന്നത് ഓരോ വോട്ടിനാണെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അതുപോലത്തെ തീ പറന്നൊരു പോരാട്ടത്തിലേക്കാണ് വരുന്നത്. ഞങ്ങൾ ഒന്നിച്ചു നിന്ന പാർട്ടി ഞങ്ങളുടെ ചിഹ്നവും എല്ലാം അപ്പുറത്ത് പോകുന്നു. LDFുമായിട്ട് അവർ ചേരുന്നു. അവരും LDFും കൂടെ ചേരുമ്പോൾ ഒരു ശക്തിയാണ്. അതിനെ മറികടന്ന് ജയിച്ചു വരണം. ചെറിയ കേസല്ല. പക്ഷേ ആ പോരാട്ടത്തിലും 4500 വോട്ടിന് കടുത്തുരുത്തിയിലും ഞങ്ങൾ ജയിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ 2 എന്ന് പറയുന്നത് തൊടുപുഴയും കടുത്തുരുത്തി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ബെൽറ്റിൽ നിന്ന് ഞങ്ങൾ പൊരുതി ജയിച്ചതാണ്. അവരുടെ കൈവശിരുന്ന കടുത്തുരുത്തിയും പാലായും അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ പാലായും കടുത്തുരുത്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളിൽ ആര് ജയിച്ചു? കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളിൽ PJ ജോസഫ് ചേർന്ന് നിന്ന UDF ജയിച്ചു. അവർ ചെന്നിടത്ത് കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തോറ്റു. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ജയിച്ചെങ്കിൽ അത് പിണറായി വിജയൻ്റെ ആനുകൂല്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 99 സീറ്റിൻ്റെ തരംഗത്തിൽ ആ ആനുകൂല്യത്തിൽ ജയിച്ചതാണ് എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഈ 5 സീറ്റ് ജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ തോൽവി 2 എന്ന് പറഞ്ഞാൽ ഈ 99 LDF ആയപ്പോൾ പിന്നെ 41 ബാക്കിയുള്ളൂ. ആ 41-നകത്താണ് കോൺഗ്രസ് ജയിച്ചതിൻ്റെ എണ്ണം, മുസ്ലിം ലീഗിൻ്റെ എണ്ണം, കേരള കോൺഗ്രസിൻ്റെ എണ്ണം, മറ്റു പാർട്ടികളുടെ എണ്ണം, ഇതെല്ലാം വരുന്നത്. ഈ 41 എല്ലാവരും കൂടെ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തോൽവിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ശക്തിയില്ലാതെ ഞങ്ങൾ തോറ്റല്ല, എല്ലാവരും തോറ്റു. അപ്പോൾ UDFിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ UDFിന് എതിരൊന്നുമല്ല, LDFിന് അനുകൂലമായ ഒരു തരംഗം. ആ തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ അവർ രക്ഷപ്പെട്ടു എന്നതിലല്ലാതെ മറ്റ് നേട്ടങ്ങൾ ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഈ ജോസ് കെ മാണി വിഭാഗം UDF ലയിക്കുന്നത് കൊണ്ട് ഈ ജോസഫ് വിഭാഗത്തിന് ഏതെങ്കിലും രീതിയിലൊരു അലോസരപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു അലോസരവും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പരിഗണനയും UDFിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ വരുന്നതിന് ഒരു തലവേദന ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ എതിർക്കണ്ടേ. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇവരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അതൊരു നാണക്കെട്ടുണ്ടാക്കേണ്ട കാര്യമായിട്ട് വന്നു. ഇവർ ഏതാണ്ട് വലിയ ശക്തിയാണ്, ഇവിടെ UDF വരേണ്ട ശക്തിയില്ല. ഇപ്പം നമ്മുടെ സംസാരത്തിൽ അത് വന്നല്ലോ, ശക്തിയിൽ. അതുകൊണ്ടാണെന്ന് തോന്നേണ്ട കാര്യമില്ല. അതല്ല, ഫാക്റ്റ് അതല്ല. അവരെയും കൂടെ ചേർത്ത് ജനാധിപത്യ ചേരി ഒന്നിച്ചു പോകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുള്ള ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ജനവിഭാഗങ്ങളുടെയൊക്കെ ഒരു താല്പര്യം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും കേരള കോൺഗ്രസ് യോജിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾ എപ്പോഴും ഒരു ജനാധിപത്യ ചേരിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഇതിനകത്തുണ്ട്. പിന്നെ കേരള കോൺഗ്രസ്സിന് സംരക്ഷണം നൽകുന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവരൊക്കെ എല്ലാവരും ഒന്നിച്ചു പോകണം, നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് കൊണ്ടാണ് ഇവരെ കൂടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഞങ്ങളായിട്ട് അതിനെ എതിർക്കാനും പോയിട്ടില്ല. ഞങ്ങൾ ഇവർ വരണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരെ എടുക്കുന്നതിന് തടസ്സമല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആരാണ് പുറകെ പോയത്? താങ്കൾ തന്നെ ആദ്യം പറയുന്നു അവരാണ് താല്പര്യം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചു എന്നാണ്. അവരാണ് താല്പര്യം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചെങ്കിൽ പിന്നെ ആരാണ് പുറകെ പോയത്? അല്ല, UDFിലെ കുറേ ആളുകൾക്കെങ്കിലും
കേരള കോൺഗ്രസ് ഉൾപ്പെടെ LDFിൽ നിൽക്കുന്ന വിവിധ വിഭാഗങ്ങളെ ഇപ്പുറത്ത് ചേർത്ത് കൊണ്ടുപോകുന്ന നല്ലതാണെന്ന അഭിപ്രായമുള്ള പല നേതാക്കളും പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. അല്ല, ഈ പലരെന്ന് അങ്ങ് പറഞ്ഞാലും നമുക്കറിയാം ആരൊക്കെയാണ്. ഏതായാലും ഒരു വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഏത് പാർട്ടി ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും വ്യക്തമാണ്. അതുകൊണ്ട് അല്ല, വിസ്മയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി അല്ലെന്നത് ജോസ് കെ മാണി ഐഷ പോറ്റി വരുന്ന ഒരു അവസരത്തിൽ ഐഷ പോറ്റിക്ക് അപ്പുറത്തേക്ക് വിസ്മയങ്ങൾ കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. സമയത്താണ് നമ്മൾ അതെ. അപ്പോൾ ആ വിസ്മയം ഇനിയും അത് അടഞ്ഞ അധ്യായമല്ല. ഞാൻ പറഞ്ഞു ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഇതടഞ്ഞ അധ്യായമാണ്. ഈ പുസ്തകം ഞങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ പുസ്തകം തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അതൊരടഞ്ഞ. അതോടെ ആ വിസ്മയമൊക്കെ അവിടെ അല്ല, വിസ്മയം വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിസ്മയം ജോസ് കെ മാണി അല്ല. അതിനപ്പുറത്തേക്ക് മറ്റേത് വിസ്മയം? വെയിറ്റ് ചെയ്യാം നമുക്ക്. വിസ്മയത്തിന് ഇനിയും സമയമുണ്ട്. പല വിസ്മയങ്ങളും നടക്കും. ചുരുങ്ങിയ ദിവസങ്ങൾ ഇതിനൊന്നും അധികം ദിവസം വേണ്ടല്ലോ. ഇപ്പം മാണി സാറിൻ്റെ കാര്യം ഓർക്കണേ. മാണി സാർ പണ്ട് LDFിൽ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നയനാർ സഖാവ് മാണി സാറിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഭയങ്കര ഇത്രയും നല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ച കുഞ്ഞുമാണിക്ക് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വികാരനിർഭരമായ ഒരു രംഗമുണ്ട്. അന്ന് മാണി സാർ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പത്രസമ്മേളനത്തിൽ പറയുന്നത് LDF ഞങ്ങൾ വിടുകയാണ്, LDFോട്ട് ചോദിച്ചു പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് പിറ്റേ ദിവസം പറയും. തലേദിവസം പറഞ്ഞു ഗവൺമെൻറ്റിന് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ച മാണി സാറാണ്. പിറ്റേ ദിവസം മാറ്റങ്ങൾ. ഇതിനൊക്കെ 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. അപ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിസ്മയങ്ങൾക്ക് അധികം സമയം വേണ്ട. വിസ്ഫോടനം ഉണ്ടാകുന്നത് ഏത് നിമിഷം ഉണ്ടാകും. ചില പ്രമുഖരെ ചുറ്റിപ്പറ്റിയാണോ അതോ ഘടകകക്ഷികളെ തന്നെ ചുറ്റിപ്പറ്റിയാണോ അത്തരം കണക്കുകൂട്ടൽ? അല്ല, ഞാനിപ്പോൾ അങ്ങനെ അത്രയും അത് പ്രതിപക്ഷ നേതാവാണ് പറയേണ്ടത്. അദ്ദേഹമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സംതിങ് നടക്കുമെന്നുള്ള ഞങ്ങൾക്കൊരു കണക്കൂട്ടലുണ്ട്. പക്ഷേ അതിപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ലോ. അത് അദ്ദേഹം തന്നെ അതിൻ്റെ ഉചിതമായ സമയത്ത് അദ്ദേഹം വ്യക്തമാക്കുള്ളൂ. എന്തായാലും കേരള കോൺഗ്രസ് അത് അടഞ്ഞ അധ്യായമാണ് എന്ന് ജോസ് കെ മാണി, ആ പുസ്തകം അടഞ്ഞു എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും ചിലർക്കൊക്കെ ഞങ്ങൾ UDFിൽ വരുന്നതിൽ ചില കലിപ്പെന്ന ഭാഷ തന്നെ അദ്ദേഹം ഉപയോഗിച്ചത്. ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ഒരു പിടിയില്ല. ജോസഫ് ഗ്രൂപ്പിൽ ആരെങ്കിലും ആണോ അതോ സാക്ഷാൽ മോൻസ് ജോസഫിനെ ഉദ്ദേശിച്ച് തന്നെയാണോ പറഞ്ഞത്? അവരുടെ സ്വന്തം പാർട്ടി തന്നെയായിരിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞങ്ങളാരും ഒരു കലിപ്പുമില്ല. ഞങ്ങൾക്ക് നോർമലായിട്ട് നിൽക്കുക. പക്ഷെ അവരുടെ പാർട്ടിക്കകത്ത് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പുറത്ത് കേൾക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടാൽ അങ്ങനെയാണല്ലോ. LDF വിടുകയാണ്, UDF പോവുകയാണെന്ന് പാർട്ടി യോഗം കോട്ടയത്ത് വിളിച്ചു കൂട്ടിയ ശേഷം രാവിലെ ചായ കുടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്? ഞങ്ങൾ വിടുന്നില്ലെന്നുള്ളത്. കാരണം നമ്മളെല്ലാം കേട്ടു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും അത് നടക്കുകയില്ല എന്ന് പറയാനും ആരൊക്കെയോ അവിടെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുക. അസ്വസ്ഥത ഉണ്ടാക്കുന്നതും അലോസരം ഉണ്ടാക്കുന്നതും ഔട്ട്സൈഡേഴ്സല്ല, അത് ഇൻസൈഡ് തന്നെയാണ്. അകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് കൂട്ടിക്കൊണ്ടാണ്. ഞങ്ങളാരും ഒരു ഉപദ്രവത്തിനുമില്ല, ഞങ്ങൾക്കൊരു കലിപ്പുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കൊടുത്ത യോഗത്തിൽ പറയുന്നത് കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്നു. അത് അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു. അത് നേതാക്കന്മാരാകട്ടെ പ്രവർത്തകരാകട്ടെ കേരള കോൺഗ്രസ് ഇന്ന് UDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്സിന് ഇനിയും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ട്, ഇനിയും കേരള രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ട്. UDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കേരള കോൺഗ്രസ് എമ്മിൽ നിൽക്കുന്ന പ്രവർത്തകർ അവർ മുന്നണി വിടുന്നില്ലെങ്കിൽ അധികം കാലം അവിടുത്തെ പല നേതാക്കൾക്കും പല പ്രവർത്തകർക്കും ആ പാർട്ടിയിലും LDFിലും ഇനി തുടരാൻ കഴിയില്ല. ആ പാർട്ടിയോട് അവർക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടില്ല. ആ പാർട്ടി LDFിൻ്റെ കൂട്ടത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവാണ്. എത്രയോ പ്രശ്നങ്ങളാണ് ആ ഭരണമുന്നണിയിൽ നിന്നുകൊണ്ട് അവർക്ക് നടത്താൻ കഴിയുമായിരുന്നത്. ആ കാര്യം പ്രസക്തമായ അത്തരം വിഷയങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പം കേരള കോൺഗ്രസ് കർഷകൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും വിഷയം. റബ്ബർ കർഷകന് 250 രൂപ വിലസ്ഥിരതാ ഫണ്ട് കൊടുക്കുന്നു. LDFിൻ്റെ പ്രകടനം അത്രയും പറയുന്നതാണ്. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് ആ വിഷയത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ 30 കിലോമീറ്റർ റബ്ബർ കർഷകർ ലോങ് മാർച്ച് തന്നെ സംഘടിപ്പിച്ചു. ആവശ്യം കോട്ടയം മേഖലയിൽ ശക്തമാക്കി കൊണ്ടുപോകുന്നു. ഇന്ന് കേരളത്തിലെ റബ്ബർ കർഷകൻ്റെ അവസ്ഥ എന്താണ്? 10 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകർ പ്രതിസന്ധിയുടെ നിലവിൽ കിടക്കുക. റബ്ബർ ബോർഡിന് ചെയർമാൻ പോലുമില്ല. കേന്ദ്രം ചെയ്യേണ്ടതാണ്, കേരളത്തിലെ ഗവൺമെൻറ് പോലും ആവശ്യപ്പെടുന്നില്ല. 250 രൂപ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് നടപ്പാക്കാൻ 10 വർഷം ഭരിച്ചിട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. ഭരണത്തിൽ 5 വർഷം ജോസ് കെ മാണിയുടെ പാർട്ടിയുണ്ട്. എന്ത് വിശേഷം? അപ്പോൾ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ ഭരണത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്നതിൽ ആ പാർട്ടിയുടെ അണികൾ നിരാശരാണ്.
ഇനി അവിടെ തുടർന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ് മുന്നണി വിടാനുള്ള ആലോചന. അവിടെ അവർ തന്നെയാണ് ആ പാലം ഇടാൻ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രസക്തമായ ഭാഗം അവിടെയാണ്. ആ മുന്നണിക്കകത്ത് തുടരുന്നതിൽ കാര്യമില്ല എന്ന് ഭൂരിപക്ഷം പ്രവർത്തകരും ഇന്നവിടെ നേതൃത്വത്തെ മുഖത്തു നോക്കി പറയുകയാണ്. അങ്ങനെയാണ് അവർ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് വിടാനുള്ളൊരു ആലോചന പോലും വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അത് ബ്ലോക്കിംഗ് ഉണ്ടായി, അവരുടെ അകത്ത് തന്നെ ബ്ലോക്കിംഗ് വന്നു, അവിടെ രണ്ട് ചേരിയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിടാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പക്ഷേ പ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്താണ്? ഇന്ന് കേരള കോൺഗ്രസ് അണികളുടെ LDF നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ ഒരു നിമിഷം നേരത്തെ LDF വിടുക എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ പുറത്തു വരും. അവർക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വാതിൽ അടയ്ക്കുകയല്ല, വാതിൽ തുറക്കുകയാണ്. ആ പ്രവർത്തകർ നാളെ വന്നാൽ തീർച്ചയായിട്ടും പാർട്ടിയിലേക്ക് ഞങ്ങൾ അവരെ സ്വീകരിക്കും. കേരള കോൺഗ്രസിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിഭാഗം പാർട്ടി അണികളെ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ. വോട്ട് ശതമാനം കുറവായ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ അതൊരു മെസ്സേജ്, ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ട്രെൻഡിങ് ഉണ്ടാക്കുന്ന ഒരു മെസ്സേജ്. കാരണം കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് UDFിലാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നു. അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നേതാക്കളില്ലാതെ അണികൾ വന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് എത്തുക? അല്ല, കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം വരണമെങ്കിൽ അവരുടെ പാർട്ടി വരണ്ടേ? അവരുടെ പാർട്ടി വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അവരടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കേരള കോൺഗ്രസിൻ്റെ അണികളെ മുഴുവനിട്ട് LDFിൻ്റെ വറചട്ടിയിലിട്ട് വെന്ത് ഉരുകി അവരില്ലാതായി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആ അണികൾക്ക് ജീവൻ വെച്ച് രക്ഷപ്പെടട്ടെ. അവർ പ്രവർത്തകരല്ലേ, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അസറ്റ് പ്രവർത്തകരല്ലേ. അവർ കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ്. അധ്വാന വർഗം എന്ന് മാണി സാർ വിശേഷിപ്പിച്ച കേരള കോൺഗ്രസിൻ്റെ അണികളെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നാളെ UDFിൻ്റെ ഭാഗമായി ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് UDF നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അത് പാർട്ടി ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ നേതാവ് P. ജോസഫ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കേരള കോൺഗ്രസ് കൂടുതൽ കരുത്താർജിക്കാൻ പാർട്ടി അണികളെ കൂടുതൽ ചേർത്ത് പിടിക്കുക, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നേതാക്കൾ വരുമെങ്കിൽ അവർ വരട്ടെ, ഇപ്പം നമ്മൾ ആലോചിക്കുന്നില്ല. അല്ല, അങ്ങനെ താങ്കൾ ഈ പറയുന്നതിൽ ഈ 5 MLA ആരെങ്കിലും ഒക്കെ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം? ഇല്ല, ഒരു സാധ്യതയും കാണുന്നില്ല. അവിടെ 5 MLA വളരെ ശക്തരായി, അവർക്കിടയിൽ ഭിന്നതയൊന്നുമില്ലാതെ ശക്തരായി ഇപ്പോഴും ജോസ് കെ മാണിക്ക് കീഴിലുണ്ട് എന്ന് ഇപ്പോഴും താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല. നിവൃത്തിയില്ല, ഞാൻ അവിടെ തുടരുന്നു എന്നുള്ളൂ. അവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കുന്നത് റോഷി അഗസ്റ്റിനാണോ ഒരു മന്ത്രി എന്ന നിലയിൽ? ഇല്ല, അത് ജോസ് കെ മാണി തന്നെ തീരുമാനിക്കുന്നത്. സംശയമൊന്നുമില്ല. ഇല്ല, സംശയമില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ തീരുമാനങ്ങളെല്ലാം നടക്കില്ലെന്നുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കാര്യങ്ങൾ അന്തിമമായ ഒരു അണ്ടർലൈനൊക്കെ ഇടുന്നത് മന്ത്രി തന്നെയാണ്. മന്ത്രിയൊക്കെ അങ്ങനെ അണ്ടർലൈൻ ഇടാൻ മാത്രമുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇല്ല, സ്പ്ലിറ്റ് ചെയ്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് വരികയില്ല. പാർട്ടി അണികൾ വരും. പാർട്ടി അണികൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. നേതൃത്വം അവിടെ നിൽക്കും. ആ നേതൃത്വം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വ്യക്തമാവും. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് മാറി, LDFിൽ നിന്ന് മാറി UDFിലേക്ക് ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് സഭ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണോ VD സതീശൻ മുൻകൈയെടുത്ത് കേരള കോൺഗ്രസ് വരണമെന്ന് അതിനുള്ളൊരു നീക്കം നടത്തിയത്? VD സതീശൻ മുൻകൈയെടുത്ത് ഒരു നീക്കവും നടത്തിയിട്ടില്ല. അദ്ദേഹം തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്നത്തെ സിനഡ് യോഗത്തിൽ അദ്ദേഹം പോയതും ബിഷപ്പുമാരെ കാണുന്നതും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ, പിന്നെ അതിനുശേഷമാണ് കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സജീവമായി വന്നത്. അല്ല, അതും പ്രതിപക്ഷ നേതാവ് സിനഡ് യോഗത്തിൽ പോയതും ജോസ് കെ മാണിയുടെ വരവും തമ്മിൽ ഒരു ബന്ധമില്ല. വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം, ഒരു ബന്ധമില്ല. വളരെ പ്രസക്തമായ കേരളത്തിൽ ഭരണതലത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഏതാനും വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു സന്ദർഭമായിട്ട് അത് പ്രയോജനപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഫീഷ്യലായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹം പോയതല്ല. പക്ഷെ ഒരു സിനഡ് യോഗത്തിലൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പൊതുവെ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ അധികം അങ്ങനെ കാണാറില്ലല്ലോ. ഇല്ലല്ല, സിനഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അല്ല, അങ്ങനെ ഒരു യോഗം നടക്കുമ്പോൾ ഒരു പ്രത്യേക ക്ഷണിതാവായി, അത് ഔദ്യോഗിക വാഹനത്തിലല്ല. അല്ല, പ്രത്യേക ക്ഷണിതാവായി എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് അടുപ്പമുള്ള ഏതാനും ബിഷപ്പുമാരെ കാണുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പോയിരുന്നു. ഞങ്ങൾ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ എത്രയോ സിനഡ് യോഗങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ ബിഷപ്പ് തിരുമേനിമാരെ പോയി കാണുകയും അവരോട് കൊടുത്ത് അത്താഴം കഴിക്കുകയും. ഔദ്യോഗിക വാഹനങ്ങളിലാണോ പോയിരുന്നത്, അതോ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണോ? അല്ല, അതിപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഓരോ സാഹചര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങളുടെ എല്ലാ വാഹനങ്ങളിൽ തന്നെ പോകാം, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുടെ വാഹനങ്ങൾ, എങ്ങനെ ആ വാഹനം ഇവിടെ ഒരു ഘടകമല്ല. അതിനൊരു രഹസ്യ സ്വഭാവം അതിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വാർത്ത. രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഒഫീഷ്യലായിട്ടുള്ള ഇൻവിറ്റേഷനും ഇല്ല. അപ്പോൾ പിന്നെ അദ്ദേഹം പ്രൈവറ്റായിട്ടൊരു വാഹനത്തിൽ പോകാമെന്നുള്ളത് സാമാന്യ മര്യാദയാണല്ലോ. അവിടെ ഔദ്യോഗികമായ വാഹനത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് അദ്ദേഹം പാലിച്ചത് ഔദ്യോഗികമായ പരിപാടികളൊന്നും ഇല്ലാതെ അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുന്നത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഒരു സൗഹൃദ സംഭാഷണം, പ്രസക്തമായ ചില വിഷയങ്ങൾ അവിടെ സംസാരിച്ചിരിക്കുന്നത്
ഇപ്പം തന്നെ എത്രയോ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൻ്റെ വിഷയം. കത്തോലിക്ക സഭ ഏറ്റവും ആശങ്കയോടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, ഗവൺമെൻറ്റിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്ര 20,000 അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. അതിലേറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. അവർക്ക് പറയണ്ടേ? അത് സഭാപരമായ സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? വന്യജീവി പ്രശ്നങ്ങളെ തുടർന്ന് വന്യജീവികൾ ആക്രമിക്കപ്പെടുമ്പോൾ മലയോര മക്കൾക്ക് എപ്പോഴും സംരക്ഷണമായി നിന്ന കുടിയേറ്റ ജനതയുടെ സംരക്ഷകരായി നിൽക്കുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അത് തന്നെയാണ് സഭയും പറയുന്നത്. ഇത് രണ്ടും പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ അവരുന്നയിക്കണ്ടേ? അത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് സഭ എല്ലാ കാലത്തും അഭിപ്രായം പറയും, ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. കേരള കോൺഗ്രസിൻ്റെ തലത്തിൽ സഭയ്ക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യമാണ് കേരള കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസമില്ലാതെ പാർട്ടികൾ ഒന്നിച്ചു പോകണം. അത് സഭ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അതൊരു വസ്തുതയാണ്. എന്നോർത്തുകൊണ്ട് സഭ ആവശ്യമില്ലാതെ കയറി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എവിടെയാണ് ഇടപെടുന്നത്? അവരൊരു സ്ഥലത്തും ഇടപെടുന്നില്ല. കേരള കോൺഗ്രസ് പിളരുന്ന ഘട്ടം വന്നു മാണി സാറിൻ്റെ മരണശേഷം. സഭ വ്യക്തമായി ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പിളർപ്പിലേക്ക് പോകരുത്, പാർട്ടി ഒന്നിച്ചു നിൽക്കണം, അതാണ് ശക്തി. അതാരും പറയുന്നതല്ലേ. NSSൻ്റെ ജനറൽ സെക്രട്ടറി ഞങ്ങളെ കണ്ടാലും പറയില്ല, നിങ്ങളെന്തിനാണ് പിളരുന്ന് നിൽക്കണേ? SNDPO ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഞങ്ങൾ കാണാറുണ്ടല്ലോ. കാണുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളെന്തിനാണ് ഈ ഭിന്നിച്ച് നിൽക്കുന്നത്, നിങ്ങളൊന്നിച്ചു പോകും. അത് പറയുന്ന ഒരു സതുദ്ദേശത്തോടെ കേരള രാഷ്ട്രീയം കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേരള കോൺഗ്രസ് ഒന്നിച്ചു പോവുക. താങ്കളത് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ജോസ് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്? ജോസ് ആഗ്രഹം പോയി. ഇപ്പൊ ആഗ്രഹം പോയത് ആരുടെ മുഖം കാണുമ്പോഴാണ്? ജോസ് കെ മാണിയാണോ റോഷി അഗസ്റ്റിനാണോ? അത് ഞങ്ങളെല്ലാം സുഹൃത്തുക്കളല്ലേ. നമുക്കങ്ങനെ മുഖം കാണുമ്പോൾ ഒന്നും ഒരു അസ്വസ്ഥ ഉണ്ടാകും. താങ്കൾ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ജോസ് കെ മാണി വെല്ലുവിളിച്ചതാണ്. ഞാൻ ധൈര്യം ഉണ്ടോന്ന് വെല്ലുവിളിച്ചൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം കടുത്തുരുത്തിക്ക് മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് വന്നാലും കടുത്തുരുത്തിയിൽ മത്സരിക്കാനായിട്ടുള്ള തീരുമാനത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്. X or Y. ആര് വന്നാലും എനിക്ക് അവരോട് നേരിടുകയല്ലേ മാർഗമുള്ളൂ. അതുകൊണ്ട് ആര് വേണേലും വരട്ടെ, ആര് വന്നാലും കടുത്തുരുത്തി തന്നെ ഞാൻ മത്സരിക്കാനുണ്ടാവും. അദ്ദേഹം തിരിച്ച് താങ്കളെ പാലക്കാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അല്ല, അപ്പോൾ അതിന് ഞാനിപ്പോൾ എനിക്കിപ്പോൾ കടുത്തുരുത്തി വിട്ട് എൻ്റെ ജന്മസ്ഥലവും എൻ്റെ സ്വന്തം സ്ഥലവും വിട്ട് എനിക്കിപ്പോൾ പാലയ്ക്ക് പോകേണ്ട ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല. അല്ല, നിങ്ങളിങ്ങനെ പരസ്യമായി 2 സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങനെ 2 സുഹൃത്തുക്കൾ അങ്ങനെ പരസ്യമായി വെല്ലുവിളിക്കുന്നത്, രണ്ടുപേരുടെയും അസ്തിത്വമുള്ള 2 സീറ്റുകളിൽ അങ്ങനെ വെല്ലുവിളിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതെന്തൊരു സന്ദേശമാണ് നൽകുന്നത്? സുഹൃത്തുക്കളല്ല അപ്പോൾ. അല്ലാതല്ല, ഞാൻ പറഞ്ഞു എനിക്ക് സുഹൃത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം നാളെ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ സുഹൃത്തൊന്നുമല്ല മോൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു. അപ്പോൾ അത് ഞാൻ KM മാണി സാറിൻ്റെ മകൻ എന്ന നിലയിലുള്ള സ്നേഹം എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. KM മാണി സാറിൻ്റെ മകൻ എന്ന നിലയിൽ ആ സ്നേഹം എനിക്കുണ്ട്. അതിപ്പോൾ എന്ത് രാഷ്ട്രീയ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും പറയാറുമില്ല, ചെയ്യാറുമില്ല. രാഷ്ട്രീയത്തിൽ നമ്മുടെ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ശബ്ദിക്കുകയും ചെയ്യും. അതെൻ്റെ ചെറുപ്പം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ ഞാൻ സ്വീകരിച്ച നിലപാടാണ്. ആ നിലപാട് ഞാൻ ഈ നിമിഷം വരെ ഉറച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ മാണി സാറുമായിട്ട് പാർട്ടി യോജിച്ചപ്പം നമ്മൾ രാഷ്ട്രീയ സത്യസന്ധതയിലാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മാണി സാറുമായിട്ട് കേരള കോൺഗ്രസ് യോജിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ നേതാവായി മാണി സാറിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, മാണി സാറിൻ്റെ കിട്ടുന്നിടത്തെല്ലാം പാര വയ്ക്കുക, അദ്ദേഹത്തെ ഉപദ്രവിക്കുക, ഇതൊന്നുമല്ല. ബാർക്കോഴ കേസ് വന്നു. എത്ര ശക്തമായിട്ടാണ് ഞങ്ങൾ വാദിച്ചത്. നിയമസഭയിൽ ഈ ഇടതുപക്ഷം മാണി സാറിനെ എന്തുമാത്രം കൊല്ലാക്കൊല വന്നു. അതെല്ലാം ചെയ്ത സമയത്ത് UDFൻ്റെ MLAമാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെയും PJ ജോസഫിൻ്റെയും സംരക്ഷണയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലേ കലവലയം തീർത്ത് മാണി സാറിന് നിയമസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് KM മാണിക്ക് അഭിവാദ്യം അർപ്പിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയല്ലേ. ബഡ്ജറ്റ് അവതരിപ്പിക്കുകയല്ല LDF, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു UDF. നമ്മൾ ബഡ്ജറ്റ് കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് അവതരിപ്പിച്ചല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള സംരക്ഷണം മാണി സാറിന് 50 വർഷം കഴിയുമ്പം നിയമസഭയിൽ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള വേദി ഒരുക്കിയത് പാർട്ടിയുടെ MLA എന്ന നിലയിൽ, പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മുൻകൈ എടുത്താണ്. അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം. അന്ന് ബഹുമാനോടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി അതിന് ക്ലിയറൻസ് തന്നു. അങ്ങനെ കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 50 വർഷം പൂർത്തിയായ ഒരു MLA നിയമസഭ ആദ്യമായിട്ട് ആദരിക്കുന്ന KM മാണി സാറിനാണ്. അതിന് അവസരം ഉണ്ടാക്കിയത് ഞാൻ കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ KM മാണി സാറിനെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. അത് PJ ജോസഫിന് പാർലമെൻറ്റ് സീറ്റ് നിഷേധിക്കുന്ന തീരുമാനമെടുത്ത പോലും പാർട്ടി ഞങ്ങൾ വളർത്തിയില്ല. ജോസഫ് സാർ ഉന്നതമായ രാഷ്ട്രീയ മൂല്യത്തോടുകൂടി തന്നെ നിലപാടെടുത്തു. കേരള കോൺഗ്രസിനെ പിളർത്തണ്ട, ഒന്നിച്ചു പോട്ടെ. അന്ന് ജോസഫ് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, പാർട്ടിയിലെ ആഭ്യന്തര പോരാട്ടം തുടരും, പക്ഷേ പാർട്ടിയെ തകർക്കാൻ അനുവദിക്കില്ല. അതാണ് കേരള കോൺഗ്രസിൻ്റെ യോജിപ്പിൻ്റെ സ്പിരിറ്റ്. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണോ, ആഗ്രഹിച്ച കാര്യമായിരുന്നു.
പക്ഷേ മാണി സാറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രന് ആ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് മനസ്സുണ്ടായില്ല. അവർ ഇത് മാണി സാറിൻ്റെ പൈതൃകമുള്ള പാർട്ടി, അത് കേരള കോൺഗ്രസ് എം, അത് ഞങ്ങൾ തന്നെയാണ് അതെല്ലാം കൊണ്ടുപോകേണ്ടത്, അതിനകത്ത് വേറെ ഉള്ളായിരുന്നു, പാർട്ട്ണർഷിപ്പിന് വരണ്ട എന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? വേറെ ഒന്നും പാർട്ട്ണർഷിപ്പിന് ആരൊക്കെ പാർട്ട്ണർഷിപ്പിൻ്റെ പിന്നെ അടുത്ത ആളുകൾ? ഒന്ന് പി ജെ ജോസഫ്, രണ്ട് CM തോമസ്. KM മാണിയെപ്പോലെ തന്നെ മാണി സാറിനെ പോലെ പ്രമുഖ നേതാക്കളായി മുൻനിരയിൽ നിന്ന് നയിച്ച പ്രധാനപ്പെട്ടവരാണ് പി ജെ ജോസഫ് സാർ, CF തോമസ് മാണി സാറിൻ്റെ പാർട്ടിയുടെ ചെയർമാനായിരുന്നു, പി ജെ ജോസഫ് മാണി സാറിൻ്റെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ആ രണ്ട് നേതാക്കളെ ചേർത്ത് പിടിക്കുകയായിരുന്നു ആദ്യം ജോസ് കെ മാണി ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. മാത്രമല്ല, ഇനി ഇവരൊന്നും ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട, ഞങ്ങളൊക്കെ ചേർന്ന് ഈ പാർട്ടി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തു. മാണി സാറിൻ്റെ മരണശേഷം മുതിർന്ന നേതാക്കളായ പി ജെ ജോസഫും CF തോമസും പാർട്ടി നയിക്കട്ടെ. മാണി സാർ എടുത്ത തീരുമാനം UDF വേണോ LDF വേണോ? LDF വേണ്ട, UDF നിൽക്കാനെടുത്ത തീരുമാനം. ഞങ്ങൾ UDF ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ആ നിലപാടിൽ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുക, ഞങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ജോസ് കെ മാണിയോട് ഞങ്ങൾക്ക് മറ്റ് പിണക്കോ പരിഭവമൊന്നുമില്ല. KM മാണി സാറിൻ്റെ മകൻ എന്ന നിലയിലുള്ള സ്നേഹമുണ്ട് താനും. ആ സൗഹൃദത്തോടു കൂടിയാണ് എപ്പോഴും നമ്മൾ പെരുമാറാറുള്ളൂ. പക്ഷെ രണ്ട് പാർട്ടിയായിപ്പോയി, രണ്ട് ചേരിയായിപ്പോയി, അതുകൊണ്ട് യോജിപ്പിന് കഴിയുന്നില്ല എന്ന ഒരു വിഷയം മാത്രമേ ഇപ്പോൾ. കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ എല്ലാവരും ആഗ്രഹിക്കുന്ന, അത് എക്കാലവും കേരള രാഷ്ട്രീയം കണ്ട് ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ അതിൽ സംഭവിക്കില്ലായിരിക്കാം. എന്നാൽ പോലും അങ്ങനെയുള്ളൊരു സംഗമത്തിനുള്ളൊരു സാധ്യത അത് ഈ ഒരു സമയത്ത് ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ പാർട്ടി ഒരുമിക്കുന്നു എന്നല്ല, പക്ഷെ രണ്ട് ഘടകകക്ഷികളായി തന്നെ UDF ഉണ്ടായാൽ പോലും അതൊരു അനുകൂല സാഹചര്യമായിരുന്നില്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എതിർക്കാതിരുന്നത്. ഞങ്ങൾ കേരള കോൺഗ്രസ് അവർ വരുന്നത് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകും എന്നോർത്ത് ഞങ്ങൾ എതിർക്കാനും വെള്ളം ഉണ്ടാക്കാനും വന്നില്ലല്ലോ. അവരും വരണമെങ്കിൽ അവർ വരട്ടെ എന്ന് നമ്മൾ പറഞ്ഞു. അവർ UDF വരുമായിരുന്നെങ്കിൽ അവർക്കും UDF ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങളതിന് എതിർപ്പിന് പോകുന്നില്ല എന്ന് ഞങ്ങൾ നിലപാടെടുത്തതാണ്. പക്ഷേ അതുണ്ടായില്ല. ഇനി ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുണ്ടാകുമെന്ന് കരുതുന്നുമില്ല. അതിനുള്ള സാധ്യതകൾ ഇനി കാണുന്നില്ല. തന്നെയുമല്ല, അവർ തന്നെ പറഞ്ഞു അത് അടഞ്ഞ അധ്യായമാണ്, ഇനി അതിനു വേണ്ടി ആരും കാത്തിരിക്കേണ്ട. അങ്ങനെ ആകട്ടെ. പക്ഷേ ഭാവി കാലഘട്ടത്തിൽ എന്തെങ്കിലും കേരള കോൺഗ്രസ് അണികളുടെ ഒരു വികാരം നമ്മൾ വിലയിരുത്തുമ്പം ഭാവി കാലഘട്ടത്തിൽ എന്തെങ്കിലും കേരള കോൺഗ്രസിൻ്റെ യോജിപ്പിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റിയില്ല. അതിന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കേണ്ടി വരും എന്നാണ് എൻ്റെയൊക്കെ ഒരു മനസ്സും കാഴ്ചപ്പാട്. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ സംഭവിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നടക്കില്ല. നടക്കാത്ത കാരണം അങ്ങനെ ആയിപ്പോയി. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിക്കും. കാരണം നമ്മൾ ഒരിക്കലും ഒരുമിക്കില്ല എന്ന് കരുതിയ SNDPയും NSSും ഒക്കെ ഒരുമിച്ച് ഐക്യകാഹളം മുഴക്കി ഐക്യത്തോടുകൂടി അവർ പോവുകയാണ്, മുന്നേറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂനപക്ഷ ഒരു ഏകീകരണം, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാമോ? അല്ല, മൈനോറിറ്റി കൺസോൾട്ടേഷൻ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ മൈനോറിറ്റീസിനത് നല്ലതാണ്. അല്ല, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് ഒരു മുന്നണിയിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യവും ഉയരുകയില്ലേ? അല്ല, ഇപ്പം നമുക്ക് അതിലേക്ക് കടക്കാൻ കഴിയില്ല. ഇപ്പം രണ്ട് മുന്നണിയായിപ്പോയി. ഒരു കൂട്ടർ UDFിലും ഒരു കൂട്ടർ LDFിലും ആയിപ്പോയി. അപ്പോൾ ഇനി അത് രണ്ട് മുന്നണിയിൽ നിൽക്കുന്നിടത്തോളം കേരള കോൺഗ്രസ് യോജിക്കാൻ പറ്റില്ലല്ലോ. ഒരു മുന്നണിയായിട്ട് വരുന്ന കാലത്തേ ഉള്ളൂ എപ്പോഴായാലും യോജിപ്പ് നടക്കുള്ളൂ. അതിനുള്ള സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാവി കാലഘട്ടത്തിൽ. പക്ഷേ കേരള കോൺഗ്രസ് അണികളുടെ ഒരു വികാരമുണ്ട്. കേരള കോൺഗ്രസ് ഈ അണികൾക്കൊന്നും വലിയ തർക്കമായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ യോജിച്ച് വന്നപ്പോൾ ഇത് കണ്ടതാണ്. എത്ര സ്നേഹത്തോടെയാണ് കേരള കോൺഗ്രസ് അണികൾ യോജിപ്പിനെ കണ്ടത്. കുറേ ആളുകൾക്ക് ഇപ്പം ഞങ്ങൾക്കെല്ലാം പല നഷ്ടങ്ങൾ സംഭവിക്കും. നേതൃത്വത്തിലുള്ളവർക്ക് നഷ്ടം സംഭവിക്കാം, ചില പ്രവർത്തകർക്ക് നഷ്ടം സംഭവിക്കാം, ചിലതൊക്കെ നഷ്ടപ്പെടും. പക്ഷേ ഒരു കാര്യം ആത്യന്തികമായിട്ടുണ്ട്, ഒരു വലിയ ശക്തിയായിട്ട് മാറും. അപ്പോൾ ഒന്നിച്ച കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു ശക്തിയായി എപ്പോൾ ചോദിച്ചാലും പാർട്ടി മാറും, ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പോഴും കേരള കോൺഗ്രസ്സിന് ഇത്രയേറെ MLAമാരുണ്ടല്ലോ. വിവിധ ഘടകങ്ങളിലായിട്ടൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം MLAമാർ ഇന്നും പാർട്ടിക്കുണ്ട്. നിയമസഭയെ മൊത്തം നോക്കിയൊരു 10ഓളം MLAമാർ കേരള കോൺഗ്രസിൻ്റെ പേരിൽ ഇന്നുമുണ്ട്. പല ഭിന്നതകളുണ്ടായി, പല ഒക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് കേരള ജനതയുടെ മനസ്സിൽ സ്ഥാനം കിട്ടിയ ഒരു പാർട്ടിയാണ്. പക്ഷേ നേതൃത്വത്തിൻ്റെ തലങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ ഭിന്നതകളും പല ചേരിയിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ഒരു നഷ്ടങ്ങളും പാർട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഒറ്റക്കെട്ടായി കേരള കോൺഗ്രസ് എന്തെങ്കിലും കാലത്ത് വീണ്ടും വന്നാൽ ഒരു സംശയവും വേണ്ട, അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായിരിക്കും. അത് കേരള കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടി അണികൾ. തൊടുപുഴയിലെ പാർട്ടി ചെയർമാൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല.
പാർട്ടി ചെയർമാനായിരിക്കും ചിലപ്പോൾ മത്സരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മകൻ അബു ജോണിനെ ചുറ്റിപ്പറ്റി വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ, തൊടുപുഴ ഇത്തവണ മകനായിരിക്കും മത്സരിക്കുക. അതൊക്കെ മാധ്യമങ്ങളുടെ തലത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമല്ലോ. ചർച്ചകൾ തള്ളിയിട്ടുമില്ല. അല്ല, അത് PJ ജോസഫ് സാറ് പിന്നെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ജോസഫ് സാർ മത്സരിക്കുന്നില്ലെങ്കിൽ അബു ജോൺ ജോസഫ് ആണോ സ്ഥാനാർത്ഥി, ആദ്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ തൊടുപുഴയിലെ ഒരു സീറ്റിൽ മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്, അത് കേരള കോൺഗ്രസ് മത്സരിക്കാനുള്ള 10 സീറ്റിലും വേണ്ടേ. കടുത്തുരുത്തിൽ എന്തായാലും താങ്കൾ തന്നെയാകുന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് മാറ്റിയില്ലെന്നുള്ളത് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ധാരണ നിൽക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പം ഇല്ലെങ്കിൽ അവിടെയും ചർച്ച ചെയ്യണ്ടേ, മറ്റു മണ്ഡലങ്ങളിലെല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചയിലേക്ക് UDF കടന്നിട്ടില്ല. UDF ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമേ തൊടുപുഴയും കടുത്തുരുത്തിയും ഉൾപ്പെടെയുള്ള 10 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണോ, ഇനി ഇത് 11 ആവുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ 11 11. അപ്പോൾ ഏതായാലും കുറയുന്നതിന് നമ്മളാരും സമ്മതിക്കത്തുമില്ല, ആഗ്രഹിക്കത്തുമില്ല. അത് ഇപ്പോൾ UDF അത് പാലിക്കുകയും ചെയ്യും. ആ ചർച്ചയിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ UDF ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാത്രമേ കേരള കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചയിലേക്ക് കിടക്കുകയുള്ളൂ, സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കിടക്കുകയുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി ചെയർമാനാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം തൊടുപുഴയിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ, സാറിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ തീരുമാനം ഞങ്ങൾ എടുക്കുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറയേണ്ട സമയത്ത് പറയും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ഈ 10 സീറ്റ് എന്നത് 11 മാറാനുള്ള സാധ്യതയുണ്ട്. അത് 11 സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുമോ? ഇല്ല. ആത്യന്തികമായി ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ UDF ഭരണത്തിൽ വരാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ പൂർണ്ണ പിന്തുണ ടീം UDF. ആ ടീം UDF ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ഞങ്ങളായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 10 സീറ്റ് തന്നെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പിന്നെ കേരള കോൺഗ്രസ്സിന് ഇന്നുണ്ടായ വളർച്ചയും ജോസ് കെ മാണി വിഭാഗം അടക്കം അപ്പുറത്ത് നിന്ന് പിന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ തലത്തിൽ കൂടുതൽ വിജയങ്ങളിലേക്ക് വരാൻ പാർട്ടിക്ക് അവസരം തന്നാൽ നല്ല കാര്യമായിരിക്കും. അതുകൊണ്ട് 11ലേക്ക് എത്തിയാലും സന്തോഷം എന്ന ഒരു നിലപാടാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ടീം UDF എന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ചില സീറ്റുകളൊക്കെ വെച്ചുമാണ് കോൺഗ്രസ് ചില സീറ്റുകളിലൊക്കെ കണ്ണുവെച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ വേണമെന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, ഇതുവരെ KPCC അങ്ങനെ പറഞ്ഞിട്ടില്ല, DCC പറഞ്ഞിട്ടില്ല, അവിടുത്തെ പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഈ ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്, ഏറ്റുമാനൂർ ഇപ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. അവിടെയെല്ലാം കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫ്രാൻസിസ് ജോർജിനെ നിർത്തുമ്പോൾ അങ്ങനെ ഏതെങ്കിലും നിയമസഭയിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്നോ ഏതെങ്കിലും രീതിയിലൊരു മുൻധാരണ ഉണ്ടായിരുന്നു? ഒരു ധാരണയില്ല. ഞങ്ങളോട് അങ്ങനെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസിന് ഒരു പാർലമെൻറ്റ് സീറ്റ് അർഹതപ്പെട്ടതാണല്ലോ. കേരള കോൺഗ്രസിന് നേരത്തെയും ഒരു പാർലമെൻറ്റ് സീറ്റുണ്ട്, കോട്ടയമായിരുന്നു. ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതുകൊണ്ട് അവരില്ലെന്നുള്ളതേ ഉള്ളൂ. കേരള കോൺഗ്രസിന് ഒരു പാർലമെൻറ്റ് സീറ്റ്, കോട്ടയം പാർലമെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ ഇടുക്കി പാർലമെൻറ്റ് സീറ്റ്, ഒരു സീറ്റ് കേരള കോൺഗ്രസിന് UDF അർഹതപ്പെട്ടതാണ്. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് ഇത്തവണ വലിയ രീതിയിൽ ശക്തി തെളിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ഏത് കേരള കോൺഗ്രസ് ആണ് എന്നത് റിസൾട്ടിന് ശേഷം അറിയാം. തീർച്ചയായിട്ടും ഒരു അട്ടിമറി നടക്കും. LDF ഭരണം അവസാനിക്കും, ജനങ്ങളത് അട്ടിമറിക്കും. അല്ല, അത് കേരളം മുഴുവനുള്ള സാഹചര്യമാണ്. മധ്യ തിരുവിതാംകൂറിൽ പ്രതീക്ഷിക്കുന്നത് മധ്യ തിരുവിതാംകൂറിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജോസ് കെ മാണി പറഞ്ഞതും ഇതുതന്നെയാണ്. അവരെവിടെ നിൽക്കുന്നു അവിടെ ജയിക്കും, അവർ നിന്നിടം തോറ്റു. പഞ്ചായത്ത് ഇലക്ഷനെ പറഞ്ഞ് ഞങ്ങൾ 1200 സീറ്റിൽ മത്സരിക്കുകയാണ്. LDF ഞങ്ങൾക്ക് വലിയ പരിഗണന തന്നു. ഏറ്റവും വലിയ കേരള കോൺഗ്രസ് ഞങ്ങളാണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊച്ചു പാർട്ടിയാണ്, അത്രയും സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കാര്യം മാറി. 1200 മത്സരിച്ച അവരേക്കാൾ അത്രയും സീറ്റ് മത്സരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരേക്കാൾ കൂടുതൽ സീറ്റ് ജയിച്ചത് ഞങ്ങളാണ്. അവരേക്കാൾ 200 സീറ്റ് കൂടുതൽ കേരള കോൺഗ്രസ് ജയിച്ചു. ഞങ്ങൾ കോട്ടയം മാമാപ്പിളകളെ പരസ്യമായിട്ട് മുഴുവൻ ജനപ്രതിനിധികളെ വിളിച്ച് പേര് വിളിച്ച് സ്റ്റേജിൽ കയറി പൂച്ചണ്ട് കൊടുത്ത് ആദരിച്ച് ഇത് മുഴുവൻ ജയിച്ചവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുക. കാരണം ഇതൊന്നും വെറുതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ പറഞ്ഞു അവർക്ക് വലിയ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കനത്ത തോൽവി ഉണ്ടായി. എന്തായാലും എല്ലാവിധമായ ആശംസകളും. ഏത് കേരള കോൺഗ്രസ് നിൽക്കുന്ന മുന്നണിയാണോ ഭരണത്തിലേറുക എന്ന് എന്തായാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം. അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് വാക്കും മറുവാക്കും എന്ന പ്രോഗ്രാമിലേക്ക് അമൃത TV ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ തിരഞ്ഞെടുപ്പുകളുടെ കാലത്തും ഇത്തരത്തിലുള്ള നല്ല ചർച്ചകൾക്ക് അമൃത TV എപ്പോഴും വേദി ഒരുക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ ഞാനങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യവും ഈ ശ്രദ്ധേയമായ പ്രോഗ്രാം വളരെ ഭംഗിയായി ഇത് അവതരിപ്പിച്ചു കൊണ്ടുപോകുന്ന അമൃത TVയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.